ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ 4ാമത്തെ എപ്പിസോഡിൽ കാര്യമായിട്ടൊന്നുമില്ല ചർച്ച ചെയ്യാൻ എന്നതാണ് സത്യം. എല്ലാവരും ഒരു ഓക്കെ ലെവലിൽ പോയി. പിന്നെയും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു എവിക്ഷൻ ആണ്, പൂജയുടെ എവിക്ഷൻ. അത് ഫെയർ ആയിരുന്നു, അൺഫെയർ ആയിരുന്നു എന്നതാണ് ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂജ പെർഫെക്റ്റ് ബി മെറ്റീരിയൽ ആണെന്നുള്ള കാര്യം. അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പൂജ ബിഗ് ബോസ് ഹൗസിലായിരുന്നെങ്കിൽ പൂജ എലിമിനേറ്റ് ആകില്ലായിരുന്നു. തുടക്കത്തിൽ വോട്ടിംഗ് വഴിയാണെങ്കിൽ പൂജ എന്തായാലും അവിടെ നിൽക്കുമായിരുന്നു. കാരണം അങ്ങനത്തെ മത്സരാർത്ഥികളെയും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇത് അഗ്നിപരീക്ഷയാണ്. പൂജ ഹൗസിൽ കളിക്കേണ്ട കളിയാണ് അഗ്നിപരീക്ഷയിൽ കളിച്ചത്. അത് വർക്ക് ആകൂല. കാരണം അവിടെ സ്പോട്ടിൽ റിസൾട്ട് വരും. കാരണം 3 ജഡ്ജിമാരുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയും. പൂജ ചെയ്ത് തെറ്റ് സ്പോട്ടിൽ ചൂണ്ടിക്കാണിക്കും. സ്പോട്ടിൽ എലിമിനേഷൻ, ഓരോ ദിവസം എലിമിനേഷനിൽ ഇടും. ചിലപ്പോൾ പുറത്തും പോകും. അതാണ് പൂജക്ക് പറ്റിയൊരു പോരായ്മ. കാരണം പൂജ നല്ലൊരു മത്സരാർത്ഥിയാണ്. പൂജ പിടിച്ചു നിൽക്കണമായിരുന്നു ഒരു 1-2 ദിവസം. ഈ എലിമിനേഷന്റെ ലിസ്റ്റിൽ വരാതെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ പൂജക്ക് നല്ല സാധ്യത ഉണ്ടായിരുന്നു മെയിൻ ബിഗ് ബോസിലേക്ക് പോകാൻ. പക്ഷെ ഇത് പൂജ ഒരു മത്സരത്തിലും ജയിച്ചിട്ടില്ല. ഒച്ചുമ്പുള്ളി ഉണ്ടാക്കി പൂജ ഫസ്റ്റത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയാണെന്ന് അറിയോ? ജഡ്ജസിന്റെ കണ്ണിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആ ഒരു ഇമ്പാക്ട് പൂജക്ക് കിട്ടി. നെഗറ്റീവിലൂടെ ആണെങ്കിലും കിട്ടി. ജസ്റ്റ് അത് നിലനിർത്തിയാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ പൂജ വീണ്ടും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയത് നെഗറ്റീവിലൂടെയാണ്. ഓരോ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് എലിമിനേഷനിൽ വരാതെ നോക്കണമായിരുന്നു. അത് പൂജനെ കൊണ്ട് പറ്റിയില്ല. എല്ലാ ഗെയിമിലും പൂജ അമ്പയെ പരാജയപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. പൂജ ജഡ്ജസിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിലും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നതിലും ജയിച്ചു. പൂജ ചെയ്യേണ്ട 3ാമത്തെ കടമയായിരുന്നു സേഫായി നിൽക്കുക എന്നത്. അതായത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കണമെന്നില്ല, ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. എലിമിനേഷന്റെ ലിസ്റ്റിൽ വന്നിട്ടില്ല 1-2 ദിവസം. അങ്ങനെ പൂജ കടന്നു പോയി കഴിഞ്ഞാൽ പൂജ കിടിലനാകുമായിരുന്നു. ഇതെല്ലാ എലിമിനേഷനിലും വന്നു കഴിഞ്ഞാൽ എപ്പോഴും ജയിച്ചു പോകാൻ പറ്റില്ല. കാരണം അവൾ ഉണ്ടാക്കിയ സ്ക്രീൻ സ്പേസ് തന്നെ നെഗറ്റീവിലൂടെയാണ്. നെഗറ്റീവ് വെച്ചാൽ ഒച്ചും പുളിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അല്ലാതെ മത്സരം ജയിച്ച് വർത്താനം പറഞ്ഞിട്ട് ഉണ്ടാക്കിയതല്ല. അതാണ് പൂജക്ക് പറ്റിയത്. 4ാമത്തെ ദിവസത്തിലേക്ക് ജഡ്ജസ് പിടിച്ച് പുറത്തേക്ക് ഇട്ട്. അത് അൺഫെയർ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഫെയർ തന്നെയാണ്. ഇത് അഗ്നിപരീക്ഷയാണ്. മറ്റേ ബിഗ് ബോസ് ഹൗസ് മാതിരി വീക്കെൻഡിലല്ല നമ്മൾ ചെയ്തതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക, സ്പോട്ടി ചെയ്യും. സോ പൂജയുടെ എവിക്ഷൻ ഫെയർ തന്നെയാണ്. ബേബി മെറ്റീരിയൽ ആയിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗെയിമും ജയിക്കണമായിരുന്നു, അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കണമായിരുന്നു. അത് പൂജക്ക് പറ്റിയില്ല. അപ്പൊ നമ്മുടെ ടോപ്പ് 3 3ാമത്തെ കണ്ടസ്റ്റന്റ് ആയിരുന്നു പൂജ. അത് പോയി. ഇനി പുതിയൊരു 3ാമത്തെ കണ്ടസ്റ്റന്റ് നമ്മൾ കണ്ടെത്തണം. പിന്നെ ഇന്നത്തെ പെർഫോമൻസിൽ ആരും ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. സോ നമ്മൾ ലോലിറ്റ രാകേഷ് ആയിരുന്നു 1, 2 പറഞ്ഞത്. അത് നിലവിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി അടുത്ത എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് 1, 2, 3 മാറ്റി തീരുമാനിക്കാം ആരെങ്കിലും കയറി വരുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറ. പൂജയുടെ എവിക്ഷൻ ഫെയർ ആയിരുന്നു, അൺഫെയർ ആയിരുന്നു?